Good morning dear students and warm welcome to our 16th online class. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നതിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 193 വരെയുള്ള സെക്ഷൻസ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്ഷൻ 194 തുടങ്ങിയിട്ടാണ്. സെക്ഷൻ 194 ഡീൽ ചെയ്യുന്നത് ഡിഡക്ഷൻ ഓഫ് ടാക്സ് ഫ്രം ഡിവിഡൻസ്. ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, ഷെയർ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സുമായി കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ പ്രൊപ്പോർഷനെയാണ് അല്ലെങ്കിൽ റിട്ടേൺ എന്ന് പറയുന്നതാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 194 പറയുന്നത് as dividend is not taxable in the hands of the shareholders from assessment year 2004-2005, no such deduction shall be made on dividends. സാധാരണ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് അസസ്മെൻറ്റ് ഇയർ 2004-2005 തുടങ്ങിയിട്ട് അത് ടാക്സബിൾ അല്ല എന്നുള്ളതാണ് സെക്ഷൻ 194 പറയുന്നത്. എന്നാൽ with effect from 1/4/2003, the provisions of section 194 are applicable only if the dividend is covered under section 2 subsection 22E. 1/4/2003 മുതൽ സെക്ഷൻ 194 എന്ന് പറയുന്നത് അപ്ലിക്കബിൾ ആണ്. എങ്ങനെയാണെങ്കിൽ ഡിവിഡൻഡ് ഈസ് കവേർഡ് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 22E. എന്താണ് ഈ സെക്ഷൻ 2 സബ്സെക്ഷൻ 22E എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ദ ഡിവിഡൻഡ് regarding the deemed dividend in respect of a loan given by a closely held company to a specified shareholder. ഒരു സ്പെസിഫൈഡ് ഷെയർ ഹോൾഡറിന് ഡീംഡ് ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഏതുമ്പോഴാണ് ലോണുമേ കൊടുക്കുന്നുണ്ടെങ്കിലാണ് സെക്ഷൻ 222E എന്ന് പറയുന്നത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 194 പ്രകാരം അത് ടാക്സബിൾ ആകും എന്നുള്ളതാണ് സെക്ഷൻ 194 പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 194A ആണ്. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് അതർ ദാൻ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിൻ്റെ TDSനെ കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് ഈ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ TDS എന്ന് പറയുന്നതിൻ്റെ പ്രൊവിഷൻസ് ആണ് സെക്ഷൻ 194A പറയുന്നത്. A person other than an individual or Hindu undivided family who is responsible to pay income by way of interest other than interest on securities to a resident shall deduct tax thereon at the rate of 10%. വേറെ ഏതെങ്കിലും ഇൻട്രസ്റ്റ് ആയിട്ട് ആരെങ്കിലും ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്കോ, അതും എങ്ങനെയുള്ളതായിരിക്കണം, റെസിഡൻറ്റ് ഇന്ത്യൻ ആണെങ്കിൽ 10% TDS ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കൊടുക്കാനായിട്ട് പാടുള്ളൂ. The rate of TDS will be 20% if PAN is not quoted by the deductee. PAN സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ TDS എത്ര ശതമാനം ഡിഡക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും? 20% ഡിഡക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ടാക്സ് ഈസ് നോട്ട് ടു ബി ഡിഡക്റ്റഡ് ഇൻ ദ ഫോളോയിങ് കേസസ്. ഇനി എക്സംഷൻസ് ഉണ്ട്. അതൊക്കെ ഏതൊക്കെ കേസുകളിലാണെന്നുള്ളത് നമുക്ക് നോക്കാം. When the aggregate amount of such interest during the financial year does not exceed 10,000, 50,000 in the case of senior citizen. 10,000 രൂപയിനേക്കാൾ കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ TDS ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അതൊരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 50,000 രൂപ വരെ നമുക്ക് TDS ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് നമ്മൾ നേരത്തെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻസ് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു ഓർഡിനറി സിറ്റിസൺ ആണെങ്കിൽ SB അക്കൗണ്ടുമായി കിട്ടുന്ന പലിശ 10,000 രൂപയും സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 50,000 രൂപ വരെയും നമുക്ക് കിട്ടും എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. Where the payer is a banking company or a cooperative society engaged in banking business or post office under any scheme of central government and 5,000 in any other case. ഇനി ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നാണ് ഈ ഇൻട്രസ്റ്റ് കിട്ടുന്നത്? ബാങ്കിങ് കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്കിങ് ഓപ്പറേഷൻ നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ, അതും അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് സാങ്ഷൻ ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലാണെങ്കിൽ നമുക്ക് 10,000 രൂപ വരെ കിട്ടും. അതല്ലാത്ത കേസിൽ 5,000 രൂപയേക്കാൾ കൂടുതൽ വരികയാണെങ്കിൽ ഇൻട്രസ്റ്റ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് സെക്ഷൻ 194A പറയുന്നത്.
where such income is credited or paid to a banking company or a cooperative society engaged in banking business, any financial corporation established by the central or state act, LIC, UTI, any company or cooperative society engaged in insurance business, any notified institution, association of person or body of individuals, a partner of a firm where interest is paid by the firm, any cooperative society where payer is a cooperative society, a depositor of a notified scheme of central government such as NSC, Kisan Vikas Patra, Indira Vikas Patra, etc. Any depositor with a primary agricultural society or a primary credit society or a cooperative land mortgage bank or a cooperative land development bank, any depositor of a banking company or a cooperative society, any assessee where interest is payable to him under direct tax laws, interest credited to non-resident, that is external account, interest on recurring or savings account with banks or cooperative societies other than mentioned in clause 10 above, any interest on compensation paid by the motor accident claims tribunal not exceeding rupees 50,000, any income which is paid or payable by an infrastructure capital company or infrastructure capital fund or a public sector company or scheduled bank in relation to a zero coupon bond issued by such company or fund or public sector company or bank, a business trust if such income is by way of interest referred to in section 10 subsection 23 FC. അപ്പോൾ ഞാൻ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ വേർ സച്ച് ഇൻകം ഈസ് ക്രെഡിറ്റഡ് ഓർ പെയ്ഡ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എക്സംഷൻ കിട്ടും എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഏകദേശം ഒരു 17 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പേരാണ് ഡിഫറെൻറ്റ് സെക്ഷൻസിലും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് എമൗണ്ട് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും ഒന്ന് വായിച്ച് മനസ്സിലാക്കുക, അത്ര മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. അപ്പോൾ സെക്ഷൻ 194A എന്ന് പറയുന്നത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 194A എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഏതെങ്കിലും ഒരു ബാങ്കിങ് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ചെയ്യുന്ന ഓർഗനൈസേഷൻ സെൻട്രൽ ഗവൺമെൻറ് സാങ്ഷൻ ചെയ്തിട്ടുള്ളതാണെങ്കിൽ 10,000 രൂപ വരെയും അതൊരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 50,000 രൂപയും വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിനോട് എക്സംഷൻ വരുന്ന ചില കേസസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുകയും ചെയ്തു. നെക്സ്റ്റ് സെക്ഷൻ 194B ആണ്. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ വിന്നിങ്സ് ഫ്രം ലോട്ടറി, ക്രോസ്വേഡ് പസിൽസ്, കാർഡ് ഗെയിംസ് എക്സെട്ര. ഇവിടെ സെക്ഷൻ 194B പറയുന്നത് ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ പേയിങ് എനി ഇൻകം ബൈ വേ ഓഫ് വിന്നിങ് ഫ്രം ലോട്ടറി ഓർ ക്രോസ്വേഡ് പസിൽ, കാർഡ് ഗെയിം ആൻഡ് അതർ ഗെയിംസ് ഓഫ് എനി സോർട്ട് ഇൻ an amount exceeding rupees 10,000 shall deduct tax thereon at a source at the rate of 30%. ഇതും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. വിന്നിങ്സ് ഫ്രം ലോട്ടറി ആണെങ്കിൽ TDS 30% ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കൊടുക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെ സെക്ഷൻ 194B പ്രകാരം TDSനെ കുറിച്ച് പറയുന്നത്. 10,000 രൂപയേക്കാൾ കൂടുതലായിട്ട് വിന്നിങ്സ് ഫ്രം ലോട്ടറിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ 30% ടാക്സ് ഡിഡക്റ്റ് ചെയ്യണം. ഇതുപോലെ തന്നെയാണ് സെക്ഷൻ 194BB എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വിന്നിങ് ഫ്രം ഹോഴ്സ് റേസ്. ഹോഴ്സ് റേസിൽ നിന്ന് നമുക്ക് പ്രൈസ് മണി ലഭിക്കുകയാണെങ്കിൽ ആ എമൗണ്ടും 10,000-നേക്കാൾ കൂടുതലാണെങ്കിൽ 30% TDS ഡിഡക്റ്റ് ചെയ്യണമെന്നുള്ളതാണ് സെക്ഷൻ 194BB പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 194C ആണ്. സെക്ഷൻ 194Cയിൽ പറയുന്നത് പേയ്മെൻറ്റ് ടു റെസിഡൻറ്റ് കോൺട്രാക്ടർ. കോൺട്രാക്ടർ എന്ന് പറയുന്നത് ഒരു റെസിഡൻ്റ് ആണെങ്കിൽ എങ്ങനെയാണ് TDS ഡിഡക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള പ്രൊവിഷൻസ് ആണ് സെക്ഷൻ 194C പറയുന്നത്. Any person responsible for paying any amount to a resident contractor for carrying out any work, including supply of labor for carrying out any work under a contract, shall deduct income tax at the rate of payment at the rate of 1% where the payment is made exceeding 30,000 to an individual or Hindu undivided family, and 2% where the amount payment is made to any other entity. നമുക്ക് 2% ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് 1%ഉം ഒന്ന് 2% ആണ്.
1% ആണെങ്കിൽ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്കോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനോ അത് റെസിഡൻ്റ് ആണെങ്കിൽ ആ പേയ്മെൻ്റ് എന്ന് പറയുന്നത്, അതായത് റെസിഡൻറ്റ് കോൺട്രാക്ടറിന് പേയ്മെൻ്റ് എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 30,000-ൽ മേലെയാണെങ്കിൽ 1%. ഇനി 2% എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ആണ് എന്നുണ്ടെങ്കിൽ 2% ടാക്സ് ഡിഡക്റ്റ് ചെയ്യണമെന്നുള്ളതാണ് സെക്ഷൻ 194C പ്രകാരം പറയുന്നത്. If PAN is not quoted, the rate of TDS is 20%. ഇനി TDS നമുക്ക് പാൻ എന്ന് പറയുന്നത് കോട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്ര ശതമാനം ഡിഡക്റ്റ് ചെയ്യേണ്ടി വരും? 20% ഡിഡക്റ്റ് ചെയ്യേണ്ടി വരും. The nil rate will be applicable if the transporter codes his PAN. ഇനി ഒരു ട്രാൻസ്പോർട്ടറാണ്, അദ്ദേഹം പാൻ കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ TDS ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. For this purpose, contractor shall include subcontractor. അപ്പോൾ ഇവിടെ കോൺട്രാക്ട് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു പേയ്മെൻറ്റ് ടു റെസിഡൻറ്റ് കോൺട്രാക്ടറുടെ പ്രൊവിഷൻസ് ആണ് സെക്ഷൻ 194C പറയുന്നത്. അപ്പോൾ ഈ കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കോൺട്രാക്റ്റും കൂടിയും ഈ കോൺട്രാക്ട് എന്ന് പറയുന്ന ടേമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സബ് കോൺട്രാക്റ്റ് ആണെങ്കിലും കോൺട്രാക്ട് എന്ന് പറയുന്ന ടേമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ദ ഫോളോയിങ് സ്പെസിഫൈഡ് പേഴ്സൺ ഷാൽ ബി ലയബിൾ ടു ഡിഡക്റ്റ് അറ്റ് സോഴ്സ്. ആരൊക്കെയാണ് ഈ TDS എന്ന് പറയുന്നത് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് ലയബിൾ ആയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. First one, the central or state government, local authority or any corporation established by central or state government, any company, cooperative society, any society registered under the Societies Registration Act, any trust, any firm, any university or deemed university, any foreign government or foreign enterprise, any authority constituted in India under any law for providing housing accommodation or planning and developing or improving cities, towns and villages like HUDCO or CIDCO etc. അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. എന്താണ് HUDCO? HUDCO ആൻഡ് സിഡ്കോ. HUDCOൻ്റെ ഫുൾ ഫോം ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. HUDCO എന്ന് പറഞ്ഞാൽ ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. സിഡ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഓഫ് മഹാരാഷ്ട്ര. സിഡ്കോ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. സിറ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് മഹാരാഷ്ട്ര. ഇനി നെക്സ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, any person whose total turnover from the business or profession exceeds the monetary limits specified under section 44AB. ഇത്രയും കണ്ടീഷൻസിൽ വരുന്ന ആരെങ്കിലും ഒരു കോൺട്രാക്ടർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ TDS ഡിഡക്റ്റ് ചെയ്യണമെന്നുള്ളതാണ് സെക്ഷൻ 194C പറയുന്നത്. The contract work shall include advertising, broadcasting and telecasting, transportation, catering, manufacturing or supplying a product according to the requirements or specification of a customer by using materials purchased from such customer. ഇനി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് ആണ് ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെ ടൈപ്പാണ് വരുന്നത്? അഡ്വർടൈസിങ് വരാം, ബ്രോഡ്കാസ്റ്റിംഗ്, ടെലികാസ്റ്റിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, കാറ്ററിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ സപ്ലൈയിങ് ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കാം? ഒരു കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണെങ്കിലും ഈ കോൺട്രാക്റ്റ് എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും സെക്ഷൻ 194C മനസ്സിലായില്ലേ? നെക്സ്റ്റ് സെക്ഷൻ 194D ആണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഇൻഷുറൻസ് കമ്മീഷൻ. ഇൻഷുറൻസ് കമ്മീഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ സെക്ഷൻ 194D പ്രകാരം ആരാണോ ഇൻഷുറൻസ് കമ്മീഷൻ കൊടുക്കുന്നത് അവർ ടാക്സ് ഡിഡക്റ്റ് ചെയ്യണമെന്നുള്ള പ്രൊവിഷൻസ് ആണ് സെക്ഷൻ 194Dയിൽ പറയുന്നത്. ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ പേയിങ് a resident any remuneration or reward, whether by way of commission or otherwise, for soliciting or processing insurance business or for continuance, renewal or revival of insurance policies, shall deduct tax at the time of payment at the rate of 5% if the payee is a resident other than a company and 10% in the case of domestic company. രണ്ട് റേറ്റാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് 5%, ഒന്ന് 10%.
അപ്പോൾ ഇൻഷുറൻസിൻ്റെ കമ്മീഷനായിട്ട് അല്ലെങ്കിൽ റെമ്യൂണറേഷനായിട്ട് അതും അല്ലെങ്കിൽ ഒരു റിവാർഡായിട്ട് ഒരു റെസിഡൻറ്റിന് കൊടുക്കുന്നുണ്ടെങ്കിലാണ് TDS ഡിഡക്റ്റ് ചെയ്യേണ്ടി വരുന്നത്. ഇൻഷുറൻസ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സോളിസൈറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ കണ്ടിന്യൂസ് റിന്യൂവൽ റിവൈവൽ ഓഫ് ഇൻഷുറൻസ് പോളിസീസ്. അതിനോട് റിലേറ്റഡ് ആയിട്ട് കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന ആൾ പേയി ആണ് TDS ഡിഡക്റ്റ് ചെയ്യേണ്ടത്. അത് 5% അതർ ദാൻ കമ്പനി ആണെങ്കിൽ, ഡൊമസ്റ്റിക് കമ്പനി ആണെങ്കിൽ 10% ടാക്സ് ഡിഡക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. The rate of TDS will be 20% if the PAN is not quoted by the deductee. Deductee PAN എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 20% TDS ഡിഡക്റ്റ് ചെയ്യണം. No TDS to be deducted if the aggregate amount does not exceed 15,000 in a financial year. അതേസമയം ഒരു ഫിനാൻഷ്യൽ ഇയറിലെ കമ്മീഷൻ എന്ന് പറയുന്നത് 15,000-നേക്കാൾ താഴെയാണെങ്കിൽ TDS ഡിഡക്റ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ് ആസ് പെർ സെക്ഷൻ 194D പ്രൊവിഷൻസ് നമുക്ക് തരുന്ന എക്സ്പ്ലനേഷൻ. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് വൺ സെക്ഷൻ 194DA ആണ്. സെക്ഷൻ 194DA സ്പെസിഫൈ ചെയ്യുന്നത് നോൺ എക്സംപ്റ്റ് പേയ്മെൻറ്റ്സ് മെയ്ഡ് അണ്ടർ ലൈഫ് ഇൻഷുറൻസ് പോളിസി. ലൈഫ് ഇൻഷുറൻസ് പോളിസീസിൽ ഏതൊക്കെയാണ് നോൺ എക്സംപ്റ്റ് പേയ്മെൻറ്റ്സ് എന്നുള്ളതാണ്. ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻ റെസ്പെക്ട് ഓഫ് ദ എമൗണ്ട് പെയ്ഡ് അണ്ടർ ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് വിച്ച് ആർ നോട്ട് എക്സംപ്റ്റഡ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 10D, tax is to be deducted at source at the rate of 1% on the amount paid under life insurance policy, including bonus, if the aggregate amount paid in the financial year to an assessee is rupees 1 lakh or more according to section 10 subsection 10D. Any sum paid under life insurance policy is exempt subject to certain conditions. ഇവിടെ പറയുന്നത് നമുക്ക് റെഫറൻസ് പറയുന്നത് നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുള്ള സെക്ഷൻ 10 സബ്സെക്ഷൻ 10D ആണ്. അതിൽ നമുക്ക് എക്സംഷൻ ലഭിക്കാത്ത ഏതെങ്കിലും പേയ്മെൻറ്റ് ലൈഫ് ഇൻഷുറൻസ് പോളിസി ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എത്ര രൂപയാണ് TDS ആയിട്ട് ഡിഡക്റ്റ് ചെയ്യേണ്ടത്? 1% ഓൺ ദ എമൗണ്ട് പെയ്ഡ്. എത്ര രൂപ കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ 1% TDS ആയിട്ടാണ് ഡിഡക്റ്റ് ചെയ്യണമെന്നുള്ളതാണ് പറയുന്നത്. അത് ഇൻഷുറൻസ് പോളിസിയിൽ ബോണസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇഫ് ദ അഗ്രിഗേറ്റ് എമൗണ്ട് പെയ്ഡ് ഇൻ എ ഫിനാൻഷ്യൽ ഇയർ ടു എൻ assessee ഈസ് 1 lakh ഓർ മോർ, 1 ലക്ഷത്തിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ, അതും അക്കോർഡിംഗ് ടു സെക്ഷൻ സബ്സെക്ഷൻ 10D എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സർട്ടൻ കണ്ടീഷൻസിൻ്റെ ബേസിസിലാണ് നമ്മൾ 1% എന്ന് പറയുന്ന TDS ഡിഡക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് പഠിക്കാനുള്ളത് സെക്ഷൻ 194E ആണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ പേയ്മെൻറ്റ്സ് ടു എ നോൺ റെസിഡൻറ്റ് സ്പോർട്സ്മാൻ ഓർ ഫോറിൻ എൻ്റർടൈനർ ഓർ സ്പോർട്സ് അസോസിയേഷൻ. അപ്പോൾ 194E പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള പേഴ്സൺസ് എന്ന് പറയുന്നത് നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള സ്പോർട്സ്മാൻ ആയിരിക്കാം, അല്ലെങ്കിൽ എൻ്റർടൈനർ ആയിരിക്കാം, സ്പോർട്സ് അസോസിയേഷനായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു assessee ആണെങ്കിൽ സെക്ഷൻ 194E ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫോറിൻ എൻ്റർടൈനർ എന്ന് പറയുന്നതും അതുപോലെ തന്നെ നോൺ റെസിഡൻറ്റ് സ്പോർട്സ്മാൻ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ സ്പോർട്സ് അസോസിയേഷൻ ആണെങ്കിൽ എന്തൊക്കെയാണ് പ്രൊവിഷൻസ് എന്നുള്ളതാണ് സെക്ഷൻ 194E പറയുന്നത്. എ പേഴ്സൺ ലൈബിൾ ടു പേ എനി എമൗണ്ട് ടു എനി non-resident or non-Indian sportsman, including an athlete or entertainer, shall deduct at the rate of 20% plus surcharge if any, and cess 4%. 20% ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ടത്. ആർക്കൊക്കെയാണ്? നോൺ റെസിഡൻറ്റോ അല്ലെങ്കിൽ നോൺ ഇന്ത്യൻ റെസിഡൻ്റ് ആയിട്ടുള്ള സ്പോർട്സ്മാൻ ആയിരിക്കാം. അതിൽ സ്പോർട്സ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ലറ്റ് ആവാം, അതും അല്ലെങ്കിൽ സ്പോർട്സും ആയിട്ടുള്ള ഒരു ഫോറിൻ എൻ്റർടൈനർ ആണെങ്കിലും സ്പോർട്സ് അസോസിയേഷൻ ആണെങ്കിലും TDS ഡിഡക്റ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ സർചാർജ് നമ്മൾ പറഞ്ഞിട്ടുള്ള റേറ്റിൽ പെടുന്ന ഒരു പാർട്ടിയാണെങ്കിൽ അത് സർചാർജും എടുക്കണം. അതോടൊപ്പം തന്നെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% കൂടി എടുക്കണം എന്നുള്ളതാണ് സെക്ഷൻ 194E പ്രൊവിഷൻസ് നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻ. In the case of sportsman, the income must have been earned by way of participation in India in any game, advertisement or contribution of articles relating to any game or sport in India in newspapers, magazines or journals. ഇനി ഏതൊക്കെയാണ് ഇൻകം ആയിട്ട് ഇവിടെ എടുക്കാൻ പറ്റുക എന്നുള്ളത് ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഒരു സ്പോർട്സ്മാന് ഏതൊക്കെ ടൈപ്പിലുള്ള കിട്ടിയിരിക്കുന്ന ഇൻകം ആയിരിക്കാം.
എനി ഗെയിം ഇൻ ഇന്ത്യ, ഒരു ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയോ അതും അല്ലെങ്കിൽ പരസ്യമായിട്ട് അഡ്വർടൈസ്മെൻറ്റ് ഓർ കോൺട്രിബ്യൂഷൻ ഓഫ് ആർട്ടിക്കിൾസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പരസ്യമായിട്ടോ ഏതെങ്കിലും ഒരു എമൗണ്ട് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് ന്യൂസ് പേപ്പർ, മാഗസീൻസ്, ജേർണൽസ്, എനി മീഡിയ ആയിട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതാണ്. This provision is applicable to any person who is liable to pay any amount to a non-resident sports association or institution in relation to any game or sport played in India. അതുപോലെ തന്നെ ഈ പ്രൊവിഷൻസിൽ ഒരു സ്പോർട്സ് അസോസിയേഷൻ ആണെങ്കിലും നേരത്തെ പറഞ്ഞുള്ള ഒരു കാറ്റഗറിയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഏണിങ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും ഇവിടെ ബാധകമാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗെയിമോ സ്പോർട്സ് ആണ് എന്നുണ്ടെങ്കിൽ അതെവിടെ നടന്നിരിക്കണം, ഇന്ത്യയിൽ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് സെക്ഷൻ 194E എന്ന് പറയുന്നത് അപ്ലിക്കബിൾ ആകുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്ഷൻ 194EE ആണ്. അത് ഡീൽ ചെയ്യുന്നത് എന്താണ്? പേയ്മെൻറ്റ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ഡെപ്പോസിറ്റ് അണ്ടർ NSC. എന്താണ് NSC എന്ന് പറഞ്ഞാൽ? നാഷണൽ സേവിങ്സ് സ്കീമാണ്. അതിനോട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള സെക്ഷനാണ് 194EE എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് ദ പേഴ്സൺ ലൈബിൾ ടു പേ എനി പേഴ്സൺ എനി എമൗണ്ട് അണ്ടർ NSC ടുഗദർ വിത്ത് ഇൻട്രസ്റ്റ് accrued thereon shall deduct at the rate of 10% of the amount paid at the time of payment. NSC ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രിൻസിപ്പൽ എമൗണ്ട് ആയിരിക്കാം, അല്ല അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ എത്ര ശതമാനം TDS ഡിഡക്റ്റ് ചെയ്യേണ്ടത്? 10% ഡിഡക്റ്റ് ചെയ്യണമെന്നുള്ളതാണ് സെക്ഷൻ 194EEയിൽ പറയുന്നത്. However, no tax is to be deducted at source in the following cases. അതേസമയം ഈ പറഞ്ഞ പ്രൊവിഷൻസിന് ചില എക്സംഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് എക്സംഷൻസ് എന്നുള്ളത് നോക്കാം. വേർ ദ അഗ്രഗേറ്റ് എമൗണ്ട് ഓഫ് സച്ച് പേയ്മെൻറ്റ് ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ ഈസ് ലെസ് ദാൻ 2500. ഒന്ന് എല്ലാ സ്റ്റുഡൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. 2500 രൂപയിൽ താഴെയാണ് ഈ കൊടുക്കുന്നത് പേയ്മെൻറ്റ് എന്നുണ്ടെങ്കിൽ TDS ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതോടൊപ്പം തന്നെ വേർ ദ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ടു ദ ഹയേഴ്സ് ഓഫ് ദ ഡിസീസ്ഡ് SSC മരിച്ചതിന് ശേഷം അതിൻ്റെ ഹെയേഴ്സ് അവകാശികൾക്കാണ് ഈ എമൗണ്ട് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിലും TDS ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. തേർഡ് ക്ലോസിൽ പറയുന്നത് എനി പേഴ്സൺ അതർ ദാൻ എ കമ്പനി ഓർ എ ഫേം ഹൂ ഫർണിഷ് എ ഡിക്ലറേഷൻ ഇൻ ഫോം നമ്പർ 15G സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ അത് അതർ ദാൻ കമ്പനിയോ ഫേമോ ആവാൻ പാടില്ല. അങ്ങനെയാണ് സെക്ഷൻ 15Gയിലുള്ള ഫോം നമ്പർ പ്രകാരം തന്നിട്ടുണ്ടെങ്കിൽ അവിടെയും TDS എന്ന് പറയുന്നത് ഡിഡക്റ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ് പറയുന്നത്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് സെക്ഷൻ 194G ആണ്. സെക്ഷൻ 194Gയിൽ പറയുന്നത് കമ്മീഷൻ എക്സെട്ര ഓൺ സെയിൽ ഓഫ് ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയിൽ നിന്ന് കമ്മീഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ TDS എന്ന് പറയുന്നത് പേയി എങ്ങനെയാണ് ഡിഡക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. A person responsible for paying income by way of commission, remuneration or price on lottery tickets to a person who has been stocking, distributing, purchasing or selling lottery tickets shall deduct tax at source at the rate of 5% if the amount paid exceeds rupees 15,000. 15,000-ൽ മേലെയായിട്ടുള്ള ഒരു തുക കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നുള്ളൂ. 15,000-ന് മേലെ കൊടുക്കുന്നുണ്ടെങ്കിൽ TDS ഡിഡക്റ്റ് ചെയ്യേണ്ട റേറ്റ് ഓഫ് ടാക്സ് എത്രയാണ്? 5%. അത് ഏതൊക്കെ നിലയ്ക്കായിരിക്കണം? ഈ ലോട്ടറി ടിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെമ്യൂണറേഷൻ കൊടുക്കേണ്ടത്? കമ്മീഷനായിരിക്കാം, റെമ്യൂണറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൈസ് ഓൺ ലോട്ടറി ടിക്കറ്റ് ആയിരിക്കാം. അതോടൊപ്പം ഈ പേഴ്സൺ കൊടുക്കുന്ന ആൾ എങ്ങനെയുള്ള ആളായിരിക്കണം? ലോട്ടറി ടിക്കറ്റ് സ്റ്റോക്ക് ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും പർച്ചേസ് ചെയ്യുകയും സെയിൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ TDS 5% 15,000 രൂപയിലേക്കാൾ കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യം ഉള്ളൂ. ഇനി പാൻ കോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എത്ര ശതമാനം ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും? 20% ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് സെക്ഷൻ 194H ആണ്. കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ്. നേരത്തെ പറഞ്ഞ കമ്മീഷൻ അല്ലാതെ വേറെ ഏതെങ്കിലും കമ്മീഷനോ ബ്രോക്കറേജോ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷനാണ് 194H എന്ന് പറയുന്നത്. എനി പേഴ്സൺ അതർ ദാൻ ഇൻഡിവിജ്വൽ ഓർ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ പേയിങ് ടു എ റെസിഡൻറ്റ് എനി ഇൻകം ബൈ വേ ഓഫ് കമ്മീഷൻ or brokerage in excess of rupees 15,000 shall deduct at source at the rate of 5%. ഇനി ഒരു ഇൻഡിവിജ്വലോ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അല്ല,
പക്ഷെ ആ ഒരു assessee എന്ന് പറയുന്നത് ഒരു റെസിഡൻ്റ് ആണെങ്കിൽ 15,000 രൂപയിലേക്കാൾ മേലെ കമ്മീഷനോ ബ്രോക്കറേജോ കൊടുക്കുന്നുണ്ടെങ്കിൽ TDS എത്ര ശതമാനം ഡിഡക്റ്റ് ചെയ്യണം? 5% ഡിഡക്റ്റ് ചെയ്യണം. Individual and Hindu undivided family whose total sales or turnover or receipts from the business or profession carried on by him in the immediate preceding financial year exceeds the monetary limit specified under section 44AB for tax audit are also liable to deduct at source at the rate of 5%. Individual, നേരത്തെ നമ്മൾ പറഞ്ഞത് ഇൻഡിവിജ്വൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അല്ലാതെ ഇവിടെ ഇൻഡിവിജ്വൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണെങ്കിൽ പറയുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ടോട്ടൽ സെയിൽസ് അല്ലെങ്കിൽ ടേൺ ഓവർ, അതും അല്ലെങ്കിൽ റെസീറ്റ്സ് എന്ന് പറയുന്നത് ആസ് പെർ ഇൻകം ടാക്സ് 44AB പ്രകാരം നമ്മൾ ടാക്സ് ഓഡിറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബിസിനസ് ഓർ പ്രൊഫഷൻ ഇൻകം എന്ന് പറയുന്നത് ലിമിറ്റ് എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര ശതമാനം ടാക്സ് ഡിഡക്റ്റ് ചെയ്യണം? 5% ടാക്സ് ഡിഡക്റ്റ് ചെയ്യണം. പാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എത്ര ശതമാനം ഡിഡക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും? 20% ഡിഡക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് സെക്ഷൻ 194I ആണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ പ്രൊവിഷൻസ് ഓഫ് റെൻറ്റ്. ഇൻകം റെൻ്റായിട്ടാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ സെക്ഷൻ 194I പ്രകാരമുള്ള പ്രൊവിഷൻസ് ആണ് ഇവിടെ ബാധകമാകുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Any person other than an individual or a Hindu undivided family who is responsible for paying to any resident in India any income by way of rent in excess of rupees 2,40,000 in a financial year shall deduct TDS at the rate of 2% on rent of plant, machinery or equipment and 10% on rent of land, building or furniture. അപ്പോൾ റെൻ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള അസറ്റുകളായിരിക്കാം. ചിലപ്പോൾ അത് പ്ലാന്റ്, മെഷീനറി, എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ ബിൽഡിങ്ങോ ലാൻഡോ ഫർണിച്ചറോ ആവാം. അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള റേറ്റ് ആണ് ഇവിടെ TDS ആയിട്ട് വരുന്നത്. റെൻ്റ് എന്ന് പറയുന്നത് പ്ലാന്റ്, മെഷീനറി, എക്യുപ്മെൻ്റ് ആണെങ്കിൽ 2%, ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ ആണെങ്കിൽ 10% TDS ഡിഡക്റ്റ് ചെയ്യണമെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇവിടെ സ്പെസിഫിക് കണ്ടീഷൻസ് പറയുന്നുണ്ട്. പേഴ്സൺ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലോ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയോ ആവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ റെസിഡൻ്റ് ഇൻ ഇന്ത്യ ആയിരിക്കണം. അവരുടെ ഇൻകം എന്ന് പറയുന്നത്, അതായത് റെൻ്റ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 2,40,000 കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ ടാക്സ് എന്ന് പറയുന്നത് ഡിഡക്റ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ 1,80,000 ആണ് തന്നിട്ടുള്ളത്. ആ എമൗണ്ട് ഒന്ന് കറക്റ്റ് ചെയ്യുക. എമൗണ്ട് എത്രയാണ്? 2,40,000 രൂപയാണ് ടാക്സ് എന്ന് പറയുന്നത് ഡിഡക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ഇൻകം ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്, നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഇൻഡിവിജ്വൽ ഓർ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അല്ലാത്തവരുടെ കേസാണ്. നെക്സ്റ്റ് പറയുന്നത് ഇൻഡിവിജ്വൽ ഓർ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഹൂസ് ടോട്ടൽ സെയിൽസ് ഓർ ടേൺ ഓവർ ഓർ റെസീറ്റ്സ് ഫ്രം എ ബിസിനസ് or profession carried on by him in the immediately preceding financial year exceeds the monetary limit specified under section 44AB for tax audit are also liable to deduct tax at source. ഇനി ഇൻഡിവിജ്വലോ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയോ ആണ്, അവരുടെ സെയിൽസ്, ടേൺ ഓവർ അല്ലെങ്കിൽ റെസിറ്റ്സ് എന്ന് പറയുന്നത് ഓഡിറ്റ് പ്രകാരം, ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 44AB പ്രകാരം ചെയ്യുമ്പോൾ അവിടെ ലൈബിൾ ടു ടാക്സ് എത്രയാണ്? ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് 5% തന്നെ, 2% അല്ലെങ്കിൽ 10% എന്ന് പറയുന്നത് നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പാൻ എന്ന് പറയുന്നത് നമ്മൾ കോട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ടാക്സ് എത്ര ശതമാനം ഡിഡക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും? 20% ഡിഡക്റ്റ് ചെയ്യേണ്ടി വരും. ആരാണ് ഡിഡക്റ്റ് ചെയ്യേണ്ടതെങ്കിൽ, അതായത് പാൻ എന്ന് പറയുന്നത് റിസീവർ കൊടുത്തിട്ടില്ലെങ്കിലാണ് 20% ആരാണോ പേ ചെയ്യുന്നത് അദ്ദേഹം 20% ഡിഡക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 194IA ആണ്. സെക്ഷൻ 194IA പറയുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നത് കൺസിഡറേഷൻ ഓഫ് എനി ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലാൻഡ്, അഗ്രികൾച്ചറൽ ലാൻഡ് ആയിരിക്കാം, അല്ലാത്ത ലാൻഡും ആയിരിക്കാം. അപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ വരുന്ന ഒരു കൺസിഡറേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള സെക്ഷനാണ് 194IA പറയുന്നത്.
any person being a transferee responsible for paying to a resident transferor any amount by way of consideration other than the compensation on compulsory acquisition for transfer of any immovable property other than agricultural land shall be responsible for deducting at source at the rate of 1%. ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ടത് 1% ആണ്. ഇവിടെ സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻസ് പറയുന്നുണ്ട്. പേഴ്സൺ എന്ന് പറയുന്നത് ആരായിരിക്കണം? ട്രാൻസ്ഫറി ആയിരിക്കണം. ഈ ട്രാൻസ്ഫറി ആണ് TDS ഡിഡക്റ്റ് ചെയ്യേണ്ട റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. കൺസിഡറേഷൻ എന്ന് പറയുന്നത് കമ്പൽസറി എക്വിസിഷൻ ആവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ലാൻഡ് ആവാനായിട്ട് പാടില്ല. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ ലാൻഡ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ലാൻഡോ അല്ലാത്ത ലാൻഡുകളുണ്ടായിരിക്കാം. പക്ഷേ സെക്ഷൻ 194IA അപ്ലിക്കബിൾ ആകണമെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചറൽ ലാൻഡ് ആവാനായിട്ട് പാടില്ല. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ TDS എത്രയാണ് ഡിഡക്റ്റ് ചെയ്യേണ്ടത്? 1% ആണ് ഡിഡക്റ്റ് ചെയ്യേണ്ടത്. ദ ടാക്സ് ഈസ് ടു ബി ഡിഡക്റ്റഡ് അറ്റ് ദ ടൈം ഓഫ് ക്രെഡിറ്റ് ഓഫ് ദ എമൗണ്ട് ടു ദ അക്കൗണ്ട് ഓഫ് ദ ട്രാൻസ്ഫറർ ഓർ അറ്റ് ദ ടൈം ഓഫ് ഇറ്റ്സ് എ പേയ്മെൻറ്റ്. കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ക്രെഡിറ്റ് അക്കൗണ്ട് ചെയ്യുന്ന സമയത്തോ ആണ് ഈ 1% TDS എന്ന് പറയുന്നത് ഡിഡക്റ്റ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ പാൻ എന്ന് പറയുന്നത് കോട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്ര ശതമാനം ഡിഡക്റ്റ് ചെയ്യണം? 20% ഡിഡക്റ്റ് ചെയ്യേണ്ടതാണ്. No tax is to be deducted at source if the total amount of consideration for the transfer of immovable property is less than 50 lakhs. 50 ലക്ഷത്തിന് താഴെയാണ് ഈ പറയുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കമ്പൽസറി അക്വിസിഷൻ ഇവിടെ ബാധകമല്ല. അപ്പോൾ കമ്പൽസറി അക്വിസിഷൻ അല്ലാതെ കിട്ടുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നത് 50 ലക്ഷത്തിനേക്കാൾ താഴെയാണെങ്കിൽ TDS ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. 50 ലക്ഷത്തിനേക്കാൾ മേലെയാണെങ്കിൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്ഷൻ 194IB ആണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ റെൻറ്റ് പെയ്ഡ് ബൈ സർട്ടൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഇനി ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ അവരാണ് റെൻറ്റ് പേ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ TDSന് എങ്ങനെയാണ് ബാധകമാകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പ്രൊവിഷൻസ് ആണ് സെക്ഷൻ 194IB പറയുന്നത്. എ പേഴ്സൺ ബീയിങ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി responsible for paying to a resident any income by way of rent on any lease, sublease or tenancy or any other agreement or arrangement for the use of any land or building or both shall deduct at the rate of 5% of such income on payment if the amount exceeds 50,000 per month. 50,000 രൂപയിനേക്കാൾ മേലെയായിട്ട് റെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ TDSൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 5%. പക്ഷേ ഇവിടെ സർട്ടൻ കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഇതിൻ്റെ ഹെഡിങ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇൻഡിവിജ്വലോ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണോ റെൻറ്റ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് പെയർ എന്ന് പറയുന്നത് ആരായിരിക്കണം? നമ്മളുടെ ഇൻഡിവിജ്വലോ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആയിരിക്കണം. അവർ ഇൻകം കൊടുക്കുന്നത് ആർക്കായിരിക്കണം? ഒരു റെസിഡൻറ്റ് ഇന്ത്യൻ ആണെങ്കിൽ മാത്രമേ ഇത് ബാധകമാകുന്നുള്ളൂ. ഈ റെൻറ്റ് കൊടുക്കുന്നത് എങ്ങനെയുള്ള ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ലീസായിരിക്കാം, സബ് ലീസ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ ടെനൻസിയോ വേറെ ഏതെങ്കിലും ഒരു എഗ്രിമെൻറ്റ് പ്രകാരം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അറേഞ്ച്മെൻറ്റ് പ്രകാരം ലാൻഡോ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ലാൻഡും ബിൽഡിങ്ങും കൂടിയിട്ടോ റെൻറ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ബാധകമാകുന്ന റേറ്റ് TDS എന്ന് പറയുന്നതാണ് 5% എന്ന് പറയുന്നത്. അതിൽ റെൻ്റ് എന്ന് പറയുന്നത് എന്തിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ TDS ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. 50,000 രൂപയിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യം ഉള്ളൂ. ഇനി this provision is applicable only if the total sales or turnover or receipts of the individual or Hindu undivided family from the business or profession exceed the monetary limit under section 44AB. അതോടൊപ്പം തന്നെ ടാക്സ് ഓഡിറ്റ് നടത്തിയിട്ട് സെക്ഷൻ 44AB പ്രകാരം ഈ assessee എന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസ് ബിസിനസ്സോ പ്രൊഫഷനോ നടത്തുന്ന ഒരു ഇൻഡിവിജ്വലോ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അവരുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് സെയിൽസോ അല്ലെങ്കിൽ അവരുടെ ടേൺ ഓവർ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത് സെക്ഷൻ 44ABയുടെ അണ്ടറിൽ വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് ബാധകമാകുന്നത്. ഇനി മോണിറ്ററി ലിമിറ്റ് എന്ന് നേരത്തെ നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. എന്താണ് ഈ മോണിറ്ററി ലിമിറ്റ് എന്ന് പറയുന്നത്? 1 crore ഇഫ് ദ പേഴ്സൺ ഈസ് ക്യാരിങ് ഓൺ ബിസിനസ് ആണെങ്കിൽ അവരുടെ ഇൻകം എത്രയാണ്? 1 കോടിയേക്കാൾ മേലെയാണെങ്കിൽ. ഇനി അതൊരു പ്രൊഫഷൻ ആണെങ്കിൽ എത്രയാണ്? 50 ലക്ഷത്തിനേക്കാൾ മേലെ, 50 lakh ഇഫ് ദ പേഴ്സൺ ഈസ് ക്യാരിങ് ഓൺ പ്രൊഫഷൻ.
ഇത് രണ്ടുമാണ് സ്പെഷ്യലായിട്ടുള്ള സെക്ഷൻ 44AB പ്രകാരം പറയുന്നത്. ബിസിനസ് ആണെങ്കിൽ 1 കോടിയും പ്രൊഫഷൻ ആണെങ്കിൽ 50 ലക്ഷമാണ് ഇവിടെ മോണിറ്ററി ലിമിറ്റായിട്ട് പറയുന്നത്. Tax is to be deducted at the time of credit of rent for the last month of the previous year or the last month of the tenancy or to the account of the payee. ഇനി എന്നാണ് ഈ ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. പ്രീവിയസ് ഇയറിൻ്റെ ലാസ്റ്റ് മാസമോ അല്ലെങ്കിൽ ടെനൻസി എന്നാണോ അവസാനിക്കുന്നത് അതിൻ്റെ ലാസ്റ്റ് മാസമോ ആണ് നമ്മൾ റെൻറ്റ് ക്രെഡിറ്റ് ചെയ്യുമ്പോൾ TDS ഡിഡക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ at the time of payment of rent at the last month whichever is earlier. പിന്നെ നമ്മൾ നോക്കേണ്ടത് പേയ്മെൻറ്റ് കൊടുക്കുന്നത്, അതായത് പേയ്മെൻറ്റ് ഓഫ് റെൻ്റ് എന്ന് പറയുന്നത് എന്നാണോ ലാസ്റ്റ് മന്ത് പേയ്മെൻറ്റ് നടത്തുന്നത് അതിലേതാണോ ആദ്യം വരുന്നത് ആ സമയത്താണ് TDS ഡിഡക്റ്റ് ചെയ്യേണ്ടത്. ഞാൻ ഒന്നും കൂടിയും പറയാം. ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് അറ്റ് ദ ടൈം ഓഫ് ക്രെഡിറ്റ് ഓഫ് റെൻറ്റ് ഫോർ ദ ലാസ്റ്റ് മന്ത് ഓഫ് ദ പ്രീവിയസ് ഇയറിൻ്റെ ലാസ്റ്റ് മന്ത് ഓർ ദ ലാസ്റ്റ് മന്ത് ഓഫ് ദ ടെനൻസി ടു ദ എമൗണ്ട് ഓഫ് ദ പേയുടെ എമൗണ്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ക്രെഡിറ്റ് ചെയ്യുന്നതിൻ്റെ ടെനൻസി അവസാനിക്കുന്ന ലാസ്റ്റ് മന്ത്, അതും അല്ലെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് ദ പേയ്മെൻറ്റ് ഓഫ് റെൻറ്റ് ഓഫ് ദ ലാസ്റ്റ് മന്തിൽ കൊടുക്കുന്ന റെൻറ്റിൻ്റെ ആ ഡേറ്റ് നോക്കിയിട്ട് ഇതിലേതാണോ ഏർലിയർ വരുന്നത് ആ ഡേറ്റാണ് TDS ഡിഡക്റ്റ് ചെയ്യേണ്ട ഒരു ടൈം ലിമിറ്റായിട്ട് ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് 194IC ആണ്. According to 194IC, payment of consideration under specified agreement. ഒരു സ്പെസിഫൈഡ് അഗ്രിമെൻ്റ് പ്രകാരം കൺസിഡറേഷൻ പേയ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള പ്രൊവിഷൻസ് ആണ് സെക്ഷൻ 194IC പറയുന്നത്. എനി പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ പേയിങ് ടു എ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ഓർ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി any sum by way of consideration under a specified agreement under section 45 subsection 5A shall deduct a tax at the rate of 10% of the consideration at the time of credit of such amount to the account of the payee or at the time of the actual payment. ഇവിടെ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് 10%. എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 45 സബ്സെക്ഷൻ 5A പ്രകാരമുള്ളതാണെങ്കിലാണ് TDS 10% ഡിഡക്റ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് എപ്പോഴാണോ അക്കൗണ്ട് ഓഫ് ദ പേയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്ച്വൽ പേയ്മെൻറ്റ് എന്നാണോ നടത്തുന്നത് ആ ഡേറ്റിലാണ് TDS ഡിഡക്റ്റ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ കൊടുക്കുന്ന റെസിഡൻ്റ് എന്ന് പറയുന്നത് ആർക്കായിരിക്കണം? റെസിഡൻറ്റ് ഇൻഡിവിജ്വലോ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണെങ്കിലാണ് സെക്ഷൻ 194IC എന്ന് പറയുന്നത് അപ്ലിക്കബിൾ ആകുന്നത്. As per section 45 subsection 5A, specified agreement means a registered agreement in which a person owning land or building or both agrees to allow another person to develop a real estate project for a consideration. ഇവിടെ നമ്മൾ സെക്ഷൻ 45 സബ്സെക്ഷൻ 5A എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമുള്ള സ്പെസിഫൈഡ് അഗ്രിമെൻ്റ് ആണെങ്കിൽ മാത്രമേ സെക്ഷൻ 194IC എന്ന് പറയുന്നത് അപ്ലിക്കബിൾ ആകുന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സെക്ഷൻ 45 സബ്സെക്ഷൻ 5A എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനെക്കുറിച്ച് പറയുന്നത് ഒരു രജിസ്റ്റേർഡ് അഗ്രിമെൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു പേഴ്സൺ അതിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ലാൻഡ് ബിൽഡിങ് അല്ലെങ്കിൽ ലാൻഡും ബിൽഡിങ്ങും ചേർന്നിട്ട് അതിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്ന ആ പേഴ്സൺ വേറൊരാൾക്ക് അത് ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റായിട്ടോ ഒരു കൺസിഡറേഷൻ ബേസിസിൽ പെർമിഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു റിട്ടൺ അഗ്രിമെൻ്റ് ഉണ്ടെങ്കിലാണ് സെക്ഷൻ 45 സബ്സെക്ഷൻ 5A എന്ന് പറയുന്നത് അപ്ലിക്കബിൾ ആകുന്നത്. ആ ഒരു പ്രൊവിഷൻ്റെ അണ്ടറിൽ വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെക്ഷൻ 194IC എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സെക്ഷൻ 194J ആണ്. ഫീസ് ഫോർ പ്രൊഫഷൻ ഓർ ടെക്നിക്കൽ സർവീസസ്. പേയ്മെൻറ്റ് കൊടുക്കുന്നത് പ്രൊഫഷണൽ സർവീസ് ചാർജസ് ആണ്. അത് എങ്ങനെയുള്ളതാണ്? ഒരു ടെക്നിക്കൽ സർവീസിനുള്ള പേയ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഫീസാണ് എന്നുണ്ടെങ്കിൽ അപ്ലിക്കബിൾ ആകുന്ന സെക്ഷനാണ് സെക്ഷൻ 194J എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 194J, എനി പേഴ്സൺ അതർ ദാൻ ഇൻഡിവിജ്വൽ ഓർ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി who is responsible for paying to a resident any fees for technical or professional services, any remuneration to a director of a company, royalty or any non-compete payment for not carrying out any activity in relation to any business or not sharing know-how, patents, copyrights,
trademarks, etc. shall deduct at source at the rate of 10% of such income if the amount exceeds 30,000 per year. ഇവിടെ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് 10% ആണ്. 30,000-നേക്കാൾ കൂടുതലായിട്ട് പേയ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. എത്ര ശതമാനം? 10% ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇനി ഇതിൽ സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻസ് പറയുന്നത് ഏതൊക്കെയാണ്? പേഴ്സൺ എന്ന് പറയുന്നത് ആരാവാൻ പാടില്ല? ഒരു ഇൻഡിവിജ്വലോ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയോ ആവാനായിട്ട് പാടില്ല. ഇവിടെ കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ഫീസോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ സർവീസ് ചാർജസോ ആയിരിക്കാം. അത് റെമ്യൂണറേഷനായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൊസിഷനായിട്ട് ഒരു കമ്പനിയുടെ ഡയറക്ടർക്കോ അല്ലെങ്കിൽ ഒരു റോയൽറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു കോമ്പിറ്റൻറ്റ് പേയ്മെൻറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് എന്തിനോട് റിലേറ്റഡ് ആണ്? ഔട്ട് എനി ആക്ടിവിറ്റി ഇൻ റിലേഷൻ ടു എനി ബിസിനസ്, ഏതെങ്കിലും ഒരു ബിസിനസ്സിനോട് റിലേറ്റഡ് ആയിരിക്കണം. പക്ഷെ അത് നോ ഹവോ പാറ്റൻറ്റോ കോപ്പിറൈറ്റ് ട്രേഡ് അങ്ങനെ ഒന്നും ഷെയർ ചെയ്യുന്നത് ആവാനായിട്ട് പാടില്ല. അങ്ങനത്തെയുള്ള കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് TDS 10% ഡിഡക്റ്റ് ചെയ്യണ്ടോ. അതും കൺസിഡറേഷൻ എന്ന് പറയുന്നത് 30,000-നേക്കാൾ മേലെയുണ്ടെങ്കിൽ മാത്രമേ TDS ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യം ഉള്ളൂ. If the payee is engaged only in the business of operation of call center, the rate of TDS is only 2%. ഇനി ഈ assessee എന്ന് പറയുന്നത് എൻഗേജ് ചെയ്തിട്ടുള്ളത്, if the payee is engaged, പേയ് ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഒരു കോൾ സെൻറ്ററിൻ്റെ പ്രൊജക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ TDS എന്ന് പറയുന്നത് 10% ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. എത്ര ശതമാനം ഡിഡക്റ്റ് ചെയ്താൽ മതി? 2% ഡിഡക്റ്റ് ചെയ്താൽ മതി. ഇത്രയാണ് നമ്മളുടെ ഈ സെക്ഷനെ പറ്റിയിട്ട് പറയുന്നത്. ഇനി ആസ് യൂഷ്വൽ നമ്മളുടെ പാൻ എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ എത്ര ശതമാനം TDS ഡിഡക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും? 20% ഡിഡക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് സെക്ഷൻ 194LA ആണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 194LA പറയുന്നത് കോമ്പൻസേഷൻ ഓൺ അക്വിസിഷൻ ഓഫ് certain immovable property. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ഒരു കോമ്പൻസേഷൻ എക്വിസിഷൻ്റെ സമയത്ത് ഒരു കോമ്പൻസേഷൻ പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള പ്രൊവിഷൻസ് ആണ് സെക്ഷൻ 194LA പറയുന്നത്. ഈ എന്താണ് പ്രൊവിഷൻ പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എനി പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ പേയിങ് ടു എ റെസിഡൻറ്റ് എനി കോമ്പൻസേഷൻ ഫോർ കമ്പൽസറി എക്വിസിഷൻ ഓഫ് എനി മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ അഗ്രികൾച്ചറൽ ലാൻഡ് ഷാൽ ഡിഡക്ട് a tax at the rate of 10% of the amount if the amount paid during the financial year exceed 2,50,000. The rate will be 20% if the PAN is not quoted by the payee. അപ്പോൾ 2,50,000-നേക്കാൾ മേലെയായിട്ട് കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ 10% ആണ് വരുന്നത്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നതിൽ കമ്പൽസറി എക്വിസിഷൻ ഒഴിച്ച് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ലാൻഡ് ഒഴിച്ചിട്ടുള്ള ടാക്സ് റേറ്റ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ സെക്ഷൻ 194LA പ്രകാരം പറയുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? ഏതൊരു പേഴ്സണും റെസിഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ സെക്ഷൻ 194LA അപ്ലിക്കബിൾ ആണ്. കോമ്പൻസേഷൻ എന്ന് പറയുന്നത് കമ്പൽസറി എക്വിസിഷൻ ആണെങ്കിൽ, നേരത്തെ നമ്മൾ കമ്പൽസറി എക്വിസിഷൻ ഒഴിവാക്കിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ പറയുന്നത് കമ്പൽസറി എക്വിസിഷൻ ആണെങ്കിൽ അത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആവണം. പക്ഷെ ഒരിക്കലും എന്താവാൻ പാടില്ല? അഗ്രികൾച്ചറൽ ലാൻഡ് ആവാനായിട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ TDS എത്ര റേറ്റാണ് ഡിഡക്റ്റ് ചെയ്യേണ്ടത്? 10% ഡിഡക്റ്റ് ചെയ്യണം. പക്ഷേ അതിൻ്റെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് 2,50,000-നേക്കാൾ താഴെയാണെങ്കിൽ ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതിനേക്കാൾ മേലെയാണെങ്കിലാണ് 10% എന്ന് പറയുന്ന TDS ഡിഡക്റ്റ് ചെയ്യേണ്ടോ. അതോടൊപ്പം തന്നെ പാൻ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്ര ശതമാനം ഡിഡക്റ്റ് ചെയ്യേണ്ടി വരും? 20% ആണ് ഡിഡക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ കുറേ സെക്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 194 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ലാൻഡ് ചെയ്ത് നിൽക്കുന്നത് 194LA എന്ന് പറയുന്നതാണ്. ഇത്രയും തിയറി പോർഷൻ ലെങ്തി ആണ് എന്നുണ്ടെങ്കിലും നമുക്കത് എടുത്ത് പോകാതിരിക്കാനായിട്ട് പറ്റില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഇന്ന് തന്നെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുകയും അത് ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ആ സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ക്ലാരിഫൈ. Thank you very much. Have a nice day.